അതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അറിയാം. ജാനിക്കുട്ടി നിന്റെ മകളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അതിനുവേണ്ടി ഇത്രയും പണിപ്പെട്ട നീ നിന്റെ നാവ് കൊണ്ട് തന്നെ എല്ലാവരോടും പറയപടി ജാനിക്കുട്ടി നിന്റെ മകളല്ലെന്ന്. അമ്മ ഇതിനാണോ ഇങ്ങോട്ട് വന്നത്, ഈ മുഷിഞ്ഞ് വർത്തമാനം പറയാൻ? ഞാനോർത്തല്ലോ എന്റെ കൊച്ചിനെ കാണാൻ വന്നാണെന്ന്. കൊച്ചിനെ കാണാൻ വേണ്ടി തന്നെ അടി വന്നത്. നിന്റെ കൊച്ചിനെയല്ല, എന്റെ മകന്റെ കൊച്ചിനെ. എന്ന് വെച്ച് വസുമതി കണ്ടതും കേട്ടതും വിഴുങ്ങിയിട്ടേ മിണ്ടാതെ പൊയ്ക്കളയുമെന്ന് വിചാരിക്കണ്ട. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. നിന്നോടായാലും ശരി, നിന്റെ അമ്മയോടായാലും ശരി. കരുനാഗപ്പള്ളിക്കാർ കോരേണ്ട മലവും മൂത്രവും അമ്പലപ്പുഴയിൽ ഇവിടെ വന്ന് കോരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പോവാ. പോകാൻ നേരത്ത് പറയാതെ പോയിന്ന് പറയരുത്. ആ, എന്നാ പോയേക്കാ. ആ, അവരോട് യാത്രയൊക്കെ പറഞ്ഞോ? ആ, അത് ഞാൻ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. അവരെന്തു പറഞ്ഞു? ഉടനെ പോകേണ്ട അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചു. അതാ ഞാനും ചോദിക്കുന്നേ. അമ്മയ്ക്ക് ഇപ്പം അമ്പലപ്പുഴയിലോട്ട് ഓടിച്ചെന്നിട്ട് എന്താ കാര്യം? വീട് അടച്ചിട്ടിട്ട് പോകുന്നതാ. വല്ല കള്ളനും കയറിയെന്ന് ആർക്കറിയാം. വീട് നോക്കേണ്ടവൻ ഭാര്യയുടെ വാക്ക് കേട്ട് വാടക വീട്ടിൽ കഴിയുന്നു. ഓരോ ഗതികേടെന്നല്ലാതെ എന്താ പറയാനാ. അമ്മയെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതിയോ അതോ അമ്പലപ്പുഴയിൽ കൊണ്ടുവിടണോ? ഞാൻ നടന്നു വേണേലും പോയിക്കോളാവേ. ഇനി നീ അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണമെന്നില്ല. നീ നിന്റെ ഭാര്യയും അവളുടെ വീട്ടുകാരെയും മാത്രം താങ്ങിയാ മതി. ഇതെന്തൊരു ജന്മമാണപ്പ. ഉപകാരവും പറ്റില്ല, ഉപദ്രവവും പറ്റില്ല. ആ, വന്ന് കയറി കാറിലോട്ട്. എന്റെ അമ്മോ. എന്തടി കള്ളി നോക്കുന്നേ? ഇതെന്താണെന്നാ? അമ്മയാ, എന്റെ ചുന്ദരിക്കുട്ടിയുടെ അമ്മ. എന്തിട്ട് ചക്കരേ, വീച്ചുക്കുന്നുണ്ടോ? എന്റെ പൊന്നുമുത്തിന് എന്താ വേണ്ടേ? പേടിച്ചു പോയല്ലോ. പതുങ്ങി വന്ന് നിൽക്കായിരുന്നോ? പേടിച്ചോയോ? ഓ, ഇണ്ടടാ. മോള് ബാഗും ബോട്ടിലെല്ലാം അയച്ചു വെച്ചിട്ട് വാ. ചെല്ല്. ഓ, അയ്യടി ചക്കര കുട്ടി. വച്ചു. അതെ, ജാനിക്കുട്ടിയാ. ആ, ഓ, മനസ്സിലായില്ലായിരുന്നു അല്ലേ? പൊന്നുവേ. ഇണ്ടടാ. അമ്മേ, ഇന്ന് ടീച്ചർ ഉണ്ടല്ലോ ഒരു കഥ പറഞ്ഞു. എന്ത് കഥയാ? ഒരിടത്ത് ഒരു പച്ചക്കിളി ഉണ്ടായിരുന്നു. എന്റെ ബാബു. ചേച്ചിക്കുട്ടിയെ കഥ പറയാ. ചിരി വരുന്നുണ്ടോടി കള്ളി? അമ്മേ, കേക്ക്. നീ പറഞ്ഞോ, ഞാൻ കേക്കുന്നുണ്ട്. ആ പച്ചക്കിളി ഒരു വലിയ മരത്തില് ഒരു കൂട് വെച്ചു. എന്തിട മുത്ത നോക്കുന്നേ? ആ വലിയ മരത്തില് ഒരു പാമ്പുണ്ടായിരുന്നു. എന്റെ ചക്കര മുത്തേ, എന്റെ ബാബു. എന്താ ചേച്ചി?
എന്റെ ചക്കരമുത്തേ എന്റെ നോക്കുന്നേ അമ്മയുടെ കുക്കുടേ എന്റെ കുഞ്ഞിത്തത്തേ കഥ തീർന്നോ? ജാനിക്കുട്ടിയേ, അയ്യേ എന്റെ മോള് കരയാ? അയ്യോടാ, സങ്കടം വന്നോ? എന്താടി, ഇഷ്ടപ്പെട്ടില്ലേ? നിനക്കെന്താ പിടിക്കാത്ത പോലെ? വേണമെങ്കിൽ തിന്നാ മതി. നിനക്ക് വേറെ വല്ലതും വേണോ? വേണമെങ്കിൽ ഇപ്പൊ പറയണേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. പാത്രത്തിൽ കൈയിട്ടളിച്ച് കഴിച്ചില്ലെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഇതേ കാശ് കൊടുത്ത് വാങ്ങുന്നതാ, നിന്റെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല. കേട്ട പാവം ഉണ്ടോന്ന് നോക്കിയേ, അഹങ്കാരി. നീ തിന്നാതിരിക്കുവോ? ഇഷ്ടം പോലെ ചെയ്യേ ആസത്ത്.
മെക്കാനിക്കിന്റെ പണി എന്നാ തുടങ്ങിയത്? ഈയിടെയായിട്ടേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. വിജയേട്ടനെ അറിയോ നന്നാക്കാൻ? കുറെ നാളായില്ലടി ഞാൻ ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അത് വല്ല ആക്രിക്കാർക്കും വിറ്റുകള വിജയേട്ടാ. എന്നിട്ടൊരു ബൈക്ക് എടുക്ക്. അത് മിക്കവാറും വേണ്ടി വരും. ജാനിക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകണല്ലോ എന്ന് കരുതിയാ ഞാനിത് വിൽക്കാതിരുന്നത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. വിജയേട്ടൻ സ്കൂൾ വാൻ ഏർപ്പാടാക്കിയിട്ടില്ലേ? ആ, ഒന്ന് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അതങ്ങ് തീർച്ചപ്പെടുത്തിയേക്ക്. ജാനിക്കുട്ടിയോട് ചോദിച്ചില്ല അവൾക്ക് സ്കൂൾ വാനിൽ പോകാൻ താല്പര്യമാണോന്ന്. അവളുടെ ഇഷ്ടം നോക്കിയാണോ സ്കൂൾ വാൻ വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത്? അല്ല, എന്നാലും അതിൽ പോകുന്നതാ ഏറ്റവും സുഖം. ഒരുപാട് കൂട്ടുകാരെ കിട്ടുന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ? വിജയേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. സ്കൂൾ വാനിൽ തന്നെ വിടാം അല്ലേ? പിന്നെ അല്ലാതെ നമ്മൾ എന്തിനാ പിള്ളേരുടെ താല്പര്യമൊക്കെ നോക്കുന്നേ? അവക്കെന്തോ ഒരു വിഷമമുണ്ട്. നീ അവളോട് ഈയിടെയായിട്ട് സ്നേഹമില്ലാതെ പെരുമാറുന്നേ. ചുമ്മാ പോ വിജയേട്ടാ. നമ്മളല്ലേ അവളുടെ എല്ലാ കാര്യവും നോക്കുന്നേ. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, പഠിപ്പ് എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? നിനക്കൊരു അവഗണനയുണ്ട് അവളോട്. രണ്ടുപേരും ഒരുപോലെ കെയർ ചെയ്യാൻ പറ്റൂ വിജയേട്ടാ? നമ്മുടെ മോള് പൊടിക്കുഞ്ഞല്ലേ, അതിനല്ലേ കൂടുതൽ കെയർ ചെയ്യണ്ടേ? നമ്മുടെ മോളോ? അപ്പൊ ജാനിക്കുട്ടിയോ? അതും നമ്മുടേത് തന്നെ. വിജയേട്ടാ, അവള് മാത്രം ഉണ്ടായിരുന്നപ്പോ നമ്മൾ എല്ലാ ശ്രദ്ധ അവൾക്ക് കൊടുത്തില്ലേ? ഇപ്പൊ രണ്ടുപേരുണ്ട്. അപ്പ സ്നേഹം പങ്കിട്ടു പോകും. ഇപ്പൊ നീ അവളോട് അധികം സംസാരിക്കാറില്ല ഉണ്ടോ? സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. അവൾ എന്തൊക്കെ പഠിച്ചു എന്ന് തിരക്കാറില്ല. അവൾക്ക് ആഹാരം എടുത്തു കൊടുക്കാറില്ല. അതിന്റെയൊക്കെ ഒരു വിഷമം അവൾക്കുണ്ട്. വിജയേട്ടനോട് അവള് പരാതി പറഞ്ഞോ? എന്തിനാടി പരാതി പറയുന്നേ? മുഖം കണ്ടാൽ അറിയരുതോ? നമ്മളിത്തിരി അമിത ശ്രദ്ധ അവൾക്ക് കൊടുത്തുപോയോന്ന് ഇപ്പൊ എന്റെ സംശയം. നമ്മൾ ഒരുപാടങ്ങ് ലാളിച്ചു. ഇപ്പോഴും ആ ലാളിനെ കണ്ടേനെ നമുക്കൊരു മോൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ. ഇപ്പൊ തന്നെ അവളോട് ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കാം. നിനക്ക് അവിടെ ചെന്ന് ഇത്തിരി നേരം കൂട്ടിരിക്കാം. അവളോട് അല്പം സംസാരിക്കാം. എനിക്കതിന് എവിടെ നേരം? ഇപ്പൊ നീ ഇവിടെ വന്ന് എന്റെ വായി നോക്കി നിൽക്കാണല്ലോ. അമ്മ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി മേലെ കഴിയിക്കാൻ. സ്ലേറ്റ് ഉണ്ടോ മോളെ? ടിഫിൻ ബോക്സ്, പെൻസിൽ ബോക്സ്, ഇനിയൊന്നും എടുക്കാനില്ലല്ലോ. റെഡി? റെഡി. ഞാൻ റെഡിയായി. അച്ഛൻ റെഡിയായില്ലല്ലോ. ആ, അച്ഛനേ വരുന്നില്ലല്ലോ സ്കൂളില്. വരുന്നില്ല അച്ഛാ. ഇല്ലല്ലോ ജാനിക്കുട്ടി. ഞാൻ എങ്ങനെയാ അച്ഛാ ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന? അതിനൊക്കെ അച്ഛൻ ഒരു സൂത്രം കണ്ടുവച്ചിട്ടുണ്ട്. സൂത്രോ? ആ, വലിയൊരു സൂത്രം. വേണ്ട അച്ഛാ, സൂത്രം വേണ്ട. അച്ഛൻ കൊണ്ടായാ മതി. മോളെ കൊണ്ടുപോകാൻ സ്കൂൾ ബസ് വരും. വേണ്ട, എനിക്ക് അച്ഛന്റെ സ്കൂട്ടറിൽ പോയാ മതി. ഒച്ചടോ, സ്കൂട്ടർ കേടാ മോളെ, അതുകൊണ്ടല്ലേ. എന്നാ എന്നെ അച്ഛൻ ഓട്ടോറിക്ഷ കൊണ്ടായാ മതി. സ്കൂൾ ബസ്സിന് എന്താ കുഴപ്പം?
ബസ്സിൽ പോണ്ടായിരുന്നു. ആഹാ, അത് നീയാണോ നിശ്ചയിക്കുന്നത്? നിന്നെ പോലെ എത്രയോ കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോന്നു. നിനക്ക് മാത്രം എന്താ പ്രത്യേകത? മോളെ, സ്കൂൾ ബസ്സിലാകുമ്പോഴേ നിറച്ചു കൂട്ടുകാരുണ്ടാവും. അവരുടെ കൂടെ കഥ പറയാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. എന്തൊരു രസ. എനിക്ക് വേണ്ടായിരുന്നു. വിജേട്ടാ, കൊഞ്ചിക്കൊണ്ട് നിൽക്കാണ്ട് അവളെ കൊണ്ടുപോയി സ്കൂൾ ബസ് കയറ്റി വിട്. എനിക്ക് സ്കൂളിൽ പോണ്ട. പോണ്ടെങ്കി വേണ്ട വിജേട്ടാ, അവളുടെ പഠിപ്പ് നിർത്തിയേക്ക്. മോളുടെ പഠിപ്പ് നിർത്തിയാ പിന്നെ ഒരിക്കലും സ്കൂളിൽ പോകാൻ പറ്റില്ല. പഠിച്ചു പഠിച്ചു വലിയ ആളാവണ്ടേ. നമുക്ക് പോവാം. വാ മോളെ. ജാനകി, ജാനകി സ്റ്റാൻഡ് അപ്പ്. ജാനകി എന്താ ഉറക്കം തൂങ്ങുവാണോ? ഓ, വന്നോ വളർത്തുപുത്രി?
ചക്കരക്കുട്ടി ഇഞ്ചിട ബാബു വരുന്നറിഞ്ഞോ ചക്കരേ ഇന്റെ നോക്കണേ മനസ്സിലായില്ലേ ചക്കര ഭാവിക്ക് മനസ്സിലായില്ലേടാ അമ്മയാ അമ്മയുടെ ചക്കരക്കുട്ടി അച്ചടാ കുഞ്ഞു വാവേ ഉണ്ടോടാ ഇഞ്ചിട ബാബു ഇഞ്ചടാ ഇഞ്ചട വാവേ നോക്കണേ എങ്ങനെ നോക്കണ്ടേ ഒക്കെ മാനുണ്ടോ ചക്കടിക്ക് ഒക്കെ മണ്ണുണ്ടോടാ വയറ് നന്നപ്പോ ഒക്കെ മണ്ണൂല്ലേ